എല്ലാവർക്കും ഫുഡി ഗാലറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈദ് സ്പെഷ്യൽ സ്വീറ്റ്സ് ആണ്, ഡേറ്റ്സ് മാമൂൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ പെരുന്നാളിനുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പോവാണ്. ഡേറ്റ്സ് മാമൂലാണ് ഉണ്ടാക്കുന്നത്. അതിന് ആദ്യം തന്നെ നമുക്ക് റവ ഒന്ന് കുഴച്ച് വെക്കാം. 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ബട്ടർ എടുത്തിട്ട് മെൽറ്റ് ചെയ്തതാണ് കേട്ടോ. 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 പിഞ്ച് ഉപ്പ് കേട്ടോ, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത്. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഓയിൽ ഇതൊക്കെ ആവുന്ന വിധത്തിൽ മിക്സ് ചെയ്യുക. നന്നായിട്ട് അടച്ച് വെക്കുക. 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. അപ്പോൾ റവയുടെ മിക്സ് അവിടെ 2 മണിക്കൂർ ഇതിൻ്റെ റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ടിട്ട് ഒരു കൂട്ടുണ്ടാക്കി വെക്കണം കേട്ടോ. 1 ടീസ്പൂൺ ഈസ്റ്റ് ഒരു ബൗളിലേക്ക് ഇടുക. അതിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, നേരിയ ചൂട് മാത്രം മതി, നല്ല ചൂട് വേണ്ട കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ അളവെടുത്തിട്ടുള്ളതാണ് കേട്ടോ. 1.5 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1 കപ്പ് പാൽപ്പൊടി കേട്ടോ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട്, അതിപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിക്കുക. ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നേരത്തെ നമ്മൾ 1/2 കപ്പ് പാലിലല്ലേ ഈസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, അതിൽ ഒഴിച്ചു. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ ഒരു ബൗളിൽ തന്നെ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇപ്പം നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് തോന്നുന്നത് ഭയങ്കര ലൂസാണല്ലോ എന്ന് തോന്നും കേട്ടോ. പക്ഷേ 1 മണിക്കൂറിന് ഇപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ റവയാണല്ലോ ഇതിലിട്ടിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ വലിച്ചെടുത്തോളും. അപ്പോൾ ഓക്കെ, ഒരു മണിക്കൂർ ഇത് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കിലോ ഈത്തപ്പഴം എടുത്തിട്ട് മിക്സിയിൽ നന്നായി അരച്ചതിലേക്ക് 1/2 കപ്പ് പിസ്ത എടുത്തിട്ട് പൊടിക്കുക. നന്നായി നൈസായിട്ട് പൊടിക്കരുത് കേട്ടോ, തരിതരിപ്പായിട്ട് പൊടിച്ചത് ചേർക്കുക. ചെറുതായിട്ട് കടിക്കാണ്ടായിക്കോട്ടെ. അതിലേക്ക് നമ്മൾക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഒഴിച്ച് നന്നായിട്ട് നല്ല പോലെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായി കുഴച്ച് മിക്സ് ചെയ്ത് പിസ്തൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ടീസ്പൂണിൻ്റെ അളവാണ്. 1 ടീസ്പൂണിൻ്റെ അളവിൽ ഓരോന്നും എടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് നല്ല ഷേപ്പിൽ ബോളാക്കി എടുക്കുക. ഇങ്ങനെ എല്ലാതും നമ്മളിപ്പോൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള എല്ലാ ഈത്തപ്പഴത്തിൻ്റെ മിക്സും ഇതേപോലെ ഒരേ അളവിൽ തന്നെ ബോളാക്കി എടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ റവയുടെ മിക്സ് കണ്ടില്ലേ, നേരത്തെ അത്തിരി നല്ല ലൂസല്ലായിരുന്നു, ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കതും ഇതേപോലെ ബോളാക്കി എടുക്കണം. ഇനി ഇതിപ്പോൾ 1 ടേബിൾ സ്പൂണാണ്. അതിൽ ഫുള്ളായിട്ട് വേണ്ട. നേരത്തെ മറ്റേ ഡേറ്റ്സിൻ്റെ ബോൾ എടുത്ത് നമ്മൾ 1 ടീസ്പൂണിൻ്റെ അളവിലാണ്. ഇത് ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇതിൽ 1 ടേബിൾ സ്പൂണ് ഇങ്ങനെ ഒരുപാട് കൂടുതലായിട്ട് വേണ്ട, കറക്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതും ഇതുപോലെ എല്ലാതും ബോളാക്കി വയ്ക്കുക. കയ്യിൽ ഇത്തിരി ഓയിൽ പറ്റിയതിന് ശേഷം ഇങ്ങനെ ബോളാക്കിയാൽ മതി, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയുള്ളൂ. അങ്ങനെ ഫുള്ള് നമുക്ക് ഇതേപോലെ ഒരേ അളവിൽ ബോളാക്കി വയ്ക്കാം. ഇപ്പോൾ എല്ലാ റവയുടെ മിക്സും ഓരോ ടേബിൾ സ്പൂൺ വീതം ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബോളിൻ്റെ ഉള്ളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ഒരു ഡേറ്റ്സിൻ്റെ ബോൾ എടുക്കുക. ഒരു ഡേറ്റ്സിൻ്റെ ബോൾ എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് അത് കവർ ചെയ്തിട്ട് ഇതൊന്ന് ബോൾ ചെയ്തിട്ട് ഇതുപോലെ എല്ലാ ബോളും നമുക്ക് വെക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓവനിലാണ് ബേക്ക് ചെയ്യാൻ പോണത്. ഓവൻ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കേക്കൊക്കെ ഗ്യാസിൽ വെക്കുമല്ലോ, അതുപോലെ നിങ്ങൾക്ക് ബേക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ എല്ലാ ബോളിൻ്റെ ഉള്ളിലും ഡേറ്റ്സ് വെച്ചിട്ട് വീണ്ടും ബോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാമൂൽ മോൾഡ് ഉണ്ടെങ്കിൽ മാമൂൽ മോൾഡ് എടുക്കണം കേട്ടോ. മാമൂൽ ഉണ്ടാക്കാൻ അതന്നെ വേണ്ടത്. പക്ഷേ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കുക്കി കട്ടർ എടുത്തിട്ടുണ്ട്. അതിനിട്ടൊരു എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക എല്ലാ ഭാഗവും. അതിന് ശേഷം ഇതൊന്നിങ്ങനെ പിടിച്ചിട്ട് ഈ കുക്കി കട്ടർ മുകളിലേക്ക് ഒന്ന് വലിക്കുക. അതിന് ശേഷം ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും.
ഇനി നമുക്കിത് ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പം മാമൂൽ ഉണ്ടാക്കാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ബേക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ മാമൂലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റിൽ എടുത്ത് നോക്കി നോക്കുമ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടെ വീണ്ടും വെച്ച് ഒരു 10-13 മിനിറ്റ് കേട്ടോ. പല ഓവനിലും പല ടൈമിംഗ് ആവും, അതൊക്കെ ശ്രദ്ധിക്കുക. 150 ഡിഗ്രിയിൽ ഒരു 13 മിനിറ്റ്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ ഇതൊരു സോഫ്റ്റ് പോലെ തോന്നും. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ബാക്ക് ഭാഗം കണ്ടില്ലേ, അധികം ഇതാവാതെ പെട്ടെന്ന് കിട്ടുന്നുമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ മാമൂല എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കി നോക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും പെരുന്നാളിന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായമൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.